പ്രതാപേട്ടനെയും രാജുവിനെയും പിരിഞ്ഞ് ജീവിക്കാനേ പറ്റില്ല. അവര് പോകട്ടെ അല്ലേ ഏട്ടാ. ഏട്ടന്റെ നഴിലിൽ നിന്ന് ജീവിതം നശിപ്പിക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അവൻ വളരെ നല്ലവന്, ഒരു കാപ്പട്ടിയും അറിയാത്തവൻ. ഈ ആകാശത്തിന് കീഴിലെ ഏത് നാട്ടിൽ പോയാലും അവൻ രക്ഷപ്പെടുക കേട്ടാ. അവനങ്ങനെ പോയാ നമ്മുടെ ഋതുമോളെ പ്രതാപേട്ട. എനിക്കറിയില്ലേ അവനെ. ഇതുവരെ അവളെ വളർത്തിയത് നോക്കിയത് നിങ്ങളല്ലേ. അപ്പോ എനിക്ക് നിങ്ങൾ തന്നെ അവളെ നോക്കിക്കോ. എന്റെ കുഞ്ഞിനെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും പറ്റാത്തൊരു അച്ഛനായി പോയി ഞാൻ. എന്റെ ഭാഗ്യദോഷം, അല്ലെങ്കിൽ എന്റെ വിധി. ഇപ്പൊ എല്ലാ ഏട്ടനും മനസ്സിലായില്ലേ? എല്ലാം നമ്മുടെ ചേച്ചിയുടെ കുത്തിത്തിരിപ്പും അഭ്യാസങ്ങളുമായിരുന്നെന്ന്. ആരെന്ത് കുത്തിതിരിപ്പും പ്രശ്നങ്ങളുണ്ടാക്കിയാലും അത് അവർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കും ചേരാ. നീ കണ്ടില്ലേ എനിക്ക് കിട്ടിയ തിരിച്ചടികള്? ഞാൻ ആരെയും കുറ്റം പറയാനൊന്നും ഒരുങ്ങുന്നില്ല. കാരണം കുറ്റക്കാരൻ ഞാൻ തന്നെയാ. എന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാത്രമേ കൊള്ളത്തുള്ളൂ. കുടുംബജീവിതത്തിനൊന്നും എന്നെ കൊള്ളില്ല. ഉചിതമായ സമയത്ത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വന്ന ഞാൻ പരാജയപ്പെട്ട ആളാ. ഞാൻ ജീവിതത്തിന് അടിയറവ് പറഞ്ഞു കഴിഞ്ഞു. മറയുന്നോരെന്റെ ജീവനെ, നിഴലായി അലിയുന്നോരെന്റെ ഓർമ്മയെ, ഇരുളിൽ തിരയുന്നോരെന്റെ നിശ്വാസമേ, മൗനം പൊഴിയുന്നോരെന്റെ സ്വപ്നമേ. അകമേ നിറയുന്നോരെന്റെ പ്രാണനെ, ഉയിരിൽ പടരുന്നോരെന്റെ ദാഹമേ, നിറങ്ങൾ പടരുന്നോരെന്റെ മൗനമേ. അകമേ നിറയുന്നോരെന്റെ പ്രാണനെ. രാജു, രാജു ഇവിടെ. രാജു അകത്തുണ്ടോ? രാജു അവന്റെ പാട്ടിന് പോയി. അവനതിന് നിന്നെ കാണാൻ വന്നൊന്നും അല്ല, വല്യമ്മ അവനെ കാണാൻ വന്നതാ. അവന്റെ പ്രതാപവർമ്മ സാറിനെ. വല്യമ്മ അവനോട് യാത്ര പറയാൻ വന്നതാ. അവൻ യാത്ര പറഞ്ഞു, അവൻ പോയി. നീ പറയുന്നതൊക്കെ നുണയാ. ഞാൻ എന്തിനു നിന്നോട് നുണ പറയണം? അവനൊരു ടാക്സി കാറിലാ വന്നേ. ഞാൻ ഒത്തിരി പ്രാവശ്യം അവനോട് പറഞ്ഞതാ നിന്നെ കണ്ടിട്ട് പോവാൻ. അവൻ പറയാ നിന്നെ അവന് കാണണ്ടാന്ന്. ഈ ജീവിതത്തില് അവൻ ഇനി നിന്നെ കാണില്ല എന്നാ പറഞ്ഞേ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? നീയല്ലേ അവനെ ഇറക്കി വിട്ടേ, നീ തന്നെ അനുഭവിക്കും. എന്റെ അച്ഛൻ എന്താ പറ്റിയത്? എനിക്കൊന്നുമില്ല, നീ കരയണ്ട. മോളെ വിഷമിക്കണ്ട, പ്രതാപേട്ടനൊന്നും വരില്ല മോളെ. മോള് രാജുവിനെ കണ്ടോ? ഇല്ലച്ച, രാജു പോയി. ഇപ്പൊ ഫ്ലൈറ്റിലായിരിക്കും. രാജു ഇവിടെ വന്നിരുന്നെന്ന് നന്ദൻ എന്നോട് പറഞ്ഞു. അച്ഛനോട് യാത്ര ചോദിക്കാൻ. എന്നെ കാണാനല്ല. മോള് കരയാതെ. അവനോട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും.
സമയത്ത് ഏട്ടനും മോളും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രാജു ഒരിക്കലും ഇവിടുന്ന് പോയില്ലായിരുന്നു. അവന് നമ്മൾ ആരെയും വിട്ട് എങ്ങോട്ടും പോവാൻ പറ്റില്ല മോളെ. ഇത് ഗതികെട്ട് പോയതാവും. അവനെയും മോളെയും തമ്മിൽ പിരിക്കേണ്ടത് ഇവിടെ മറ്റു ചിലരുടെ ആവശ്യമാവും. അതവര് നടത്തി, അതിലവര് വിജയിക്കുകയും ചെയ്തു. എങ്കിലും അവനെല്ലാം ഉപേക്ഷിച്ചു പോയില്ലേ? എന്നെ ഇവിടെ മറന്നുപോവാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? പിണക്കങ്ങള് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെ വല്ലതായിരുന്നു ഏട്ടാ. വലിയ പണക്കാരല്ല എന്നത് ഒരു കുറവാണെങ്കിൽ ആ ഒരൊറ്റ കുറവേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അത്രയും നല്ല മനുഷ്യരെ കുടുംബം അടച്ച് നാണം കെടുത്തി വിട്ടത്. എന്നിട്ടും അവൻ യാത്ര വയ്ക്കാൻ വന്നത് അവന്റെ വലിയ മനസ്സാ. ഇനി മരണം കാത്തു കിടക്കുന്ന എനിക്ക് മരണം വരെ അവന്റെ മുഖം കാണണ്ട. അവൻ പൊയ്ക്കോട്ടെ.